എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 ഫിസിക്സ് ചാപ്റ്റർ 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷന്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനടുത്ത 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ പഠിച്ച ഫോർമുലാസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻസിൽ ഡെറിവേഷൻസും വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി ക്വസ്റ്റ്യൻസ് വായിച്ച് ചെയ്ത് പഠിക്കുക. അപ്പം 11ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത്. Question number 11. Torques of equal magnitude are applied to a hollow cylinder and a solid sphere, both having the same mass and radius. The cylinder is free to rotate about its standard axis of symmetry, and the sphere is free to rotate about an axis passing through its center. Which of the two will acquire a greater angular speed after a given time? തന്നിരിക്കുന്നുണ്ട് ടോർക്ക് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആർ അപ്ലൈഡ് ടു എ ഹോളോ സിലിണ്ടർ ആൻഡ് എ സോളിഡ് സ്ഫിയർ, ബോത്ത് ഹാവിംഗ് ദ സെയിം മാസ് ആൻഡ് റേഡിയസ്. അപ്പം രണ്ടിനും നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. The sphere is free to rotate about an axis. Which of the two will acquire greater angular speed after a given time? രണ്ടിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ആംഗുലർ സ്പീഡ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് മാസ് എമ്മും റേഡിയസും ആറും എടുത്തു കഴിഞ്ഞാൽ രണ്ടിനും സെയിം മാസും സെയിം റേഡിയസും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏതൊക്കെ വരും? നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1 is equal to mr square and I2 is equal to സിലിണ്ടറിന് 2/5 mr square. അപ്പം ടോർക്ക് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോർക്കിന് ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആംഗുലാർ വെലോസിറ്റീസ് α1ഉം α2 ആണ് എടുത്തു കഴിഞ്ഞാൽ ടോ ഇസ് ഈക്വൽ ടു I1 α1, ടോർക്ക് ഇസ് ഈക്വൽ ടു I ആൽഫ നമുക്കറിയാം. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു I1 α1, ദാറ്റ് ഇസ് ഈക്വൽ ടു I2 α2. അപ്പൊ ഇതെന്ന് നമുക്ക് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ α1 ഡിവൈഡഡ് ബൈ α2 ഇസ് ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ I1. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ട്രക്ചർ തന്നാലും, ഇവിടെ ഇപ്പം സിലിണ്ടറും സ്ഫിയറും തന്നിട്ടുണ്ട്, അവിടെ സോളിഡ് സിലിണ്ടർ ആവാം. അപ്പൊ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. എല്ലാ ഷേപ്പിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർമുല നമ്മൾ പഠിച്ചിരിക്കണം. അത് വെച്ചിട്ട് ഈ ഒരു ടൈപ്പ് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഏത് സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ. അപ്പം I2 ബൈ I1, I2 എത്രയാണ്? 2/5 mr square, I1 mr square. അപ്പൊ mr square ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് രണ്ടും കൂടിയിട്ട് 2/5 എന്ന് കിട്ടും. അപ്പം വിച്ച് ഓഫ് ദ ടു വിൽ അക്വയർ എ ഗ്രേറ്റർ ആംഗുലാർ സ്പീഡ്? അപ്പൊ ഇവിടെ നമുക്ക് α2ന്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ α2 ഇസ് ഈക്വൽ ടു 5/2 α1. 5/2 എന്ന് പറഞ്ഞാൽ എന്താ? 5/2 എന്ന് പറഞ്ഞാൽ 2.5 അല്ലേ? അപ്പം α2 ഇസ് ഈക്വൽ ടു 2.5 ടൈംസ് α1. അപ്പം α2 ആംഗുലർ ആക്സിലറേഷൻ α2 ആണ് എന്ത് ഇവിടെ കൂടുതൽ. അപ്പം α2 എടുത്തിരിക്കുന്നത് 2/5 mr square എന്നുള്ളത് സ്ഫിയറിൻ്റെതാണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഫസ്റ്റ് ഉള്ളത് എന്താണ്? സിലിണ്ടറിൻ്റെത്. അപ്പൊ നമുക്ക് ഇവിടെ സ്ഫിയർ വിൽ അക്വയർ ഗ്രേറ്റർ ആംഗുലാർ സ്പീഡ് ആഫ്റ്റർ എ ഗിവൺ ടൈം എന്ന് ആൻസർ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. A solid cylinder of mass 20 kg rotates about its axis with angular speed 100 radian per second. The radius of the cylinder is 0.25 meter. What is the kinetic energy associated with the rotation of the cylinder? What is the magnitude of angular momentum of the cylinder about its axis? അപ്പൊ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? മാസ് തന്നിട്ടുണ്ട്. സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 കിലോഗ്രാം rotates about its axis with speed, angular speed omega തന്നിട്ടുണ്ട്. SI യൂണിറ്റിലാണ്, റേഡിയൻ പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ട്. ഒമേഗ is equal to 100 റേഡിയൻ സെക്കൻഡ് റേസ് ടു -1. പിന്നെ റേഡിയസും തന്നിട്ടുണ്ട് 0.25 meters. What is the kinetic energy associated with rotation? അപ്പൊ ഇത് നമുക്കിവിടെ നമുക്കറിയാം കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12 I omega square.
നമ്മുടെ ഹാഫ് എം വി സ്ക്വയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓർമ്മിക്കാൻ ഈസിയാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ ഐ നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ആണ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഫോർമുല പഠിച്ച കുട്ടികൾക്ക് അറിയാം, ഈസി ആയിട്ട് കിട്ടും. ഇത് ഹാഫ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഒക്കെ ഉണ്ട് അതിന്, ഹാഫ് എം ആർ സ്ക്വയർ. അത് ഫോർമുല പഠിച്ചേ പറ്റുള്ളൂ. ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ മറന്നു പോവുകയൊക്കെ ചെയ്യാൻ. പക്ഷെ എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്തത് പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നോക്കൂ, ഈ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഐ ഇസ് ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ ആണ്. അപ്പം ഹാഫ് ഇൻറ്റു എം 20 കിലോഗ്രാം, ആർ എത്രയാണ്, 6.25. അപ്പം 0.25 സ്ക്വയർ. അപ്പം നമുക്ക് 0.625 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. യൂണിറ്റ് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിലോഗ്രാം മീറ്റർ സ്ക്വയർ, എം ആർ സ്ക്വയർ. ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു 0.625 ഇൻറ്റു ഒമേഗ തന്നിരിക്കുന്നത് എസ് ഐ യൂണിറ്റ് തന്നെയാണ്. അപ്പം 100 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ 100 സ്ക്വയർ. അപ്പൊ ഇവിടെ 3125 ജൂൾസ് എന്ന് എഴുതണം. ഇത് എനർജിയാണ്, ഇപ്പൊ ജൂൾസിനാണ്. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിലിണ്ടർ? അപ്പം വാട്ട് ഇസ് ദ കൈനറ്റിക് എനർജി? ആംഗുലാർ മൊമെന്റം എങ്ങനെ എഴുതുക? ആംഗുലാർ മൊമെന്റം L is equal to I ഒമേഗ. അപ്പൊ I ഒമേഗ എത്രയാണ്? I 0.625 ഒമേഗ 100. അപ്പം 62.5 ജൂൾ സെക്കൻഡ് ആണ് എന്ത്, ആംഗുലാർ മൊമെന്റം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ലോങ് ആൻസർ ടൈപ്പ് ആണ്. എ ചൈൽഡ് സ്റ്റാൻഡ്സ് അറ്റ് ദ സെന്റർ ഓഫ് എ turntable with his two arms outstretched. The turntable is set rotating with an angular speed of 40 revolutions per minute. How much is the angular speed of the child if he folds his hands back and thereby reduce his moment of inertia to 2/5 times the initial value? Assume that the turntable rotates without friction. നമുക്ക് ആദ്യത്തെ ചെയ്തിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എ ഫസ്റ്റ് ചെയ്യാം. അപ്പൊ സംഭവം എന്താ, ടേൺ ടേബിൾ നമ്മൾ കമ്പ്യൂട്ടർ ചെയറിന് വിചാരിച്ചാൽ മതി. നമ്മൾ ഇരുന്നിട്ട് വട്ടം കറങ്ങാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ചെയറില്ലേ, അങ്ങനെ ഒരു ചെയറിൽ ഇരുന്നിട്ട് കുട്ടി എന്താ ചെയ്യണത്, കൈ നല്ല പുറത്തേക്ക് വിടർത്തി നീട്ടി വെച്ചിരിക്കുകയാണ്. ടേൺ ടേബിൾ വിത്ത് ഹിസ് 2 arms outstretched. The turntable is set rotating with an angular speed of 40 revolutions per minute. അപ്പൊ ആ ടേബിളിനെ നിങ്ങൾ ഒരു ചെയറിൽ ഇരുന്നിട്ട്, കമ്പ്യൂട്ടർ ചെയറിൽ ഇരുന്നിട്ട് വേറൊരാൾ വന്ന് നിങ്ങൾ അത് ആ കമ്പ്യൂട്ടർ ചെയറിനെ വട്ടത്തിൽ തിരിക്കുകയാണ്. അപ്പൊ കൈ എങ്ങനെയാണ്, കൈ പുറത്തോട്ട് നീട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കൈ തിരിച്ച് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്, how much is the angular speed of the child if he folds his hands back and thereby reduces the moment of inertia to 2/5 times the initial value. അവിടെ നമുക്ക് കൈ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ സ്പീഡ് വല്ലാണ്ട് ഇങ്ങോട്ട് കൂടും. അങ്ങനെ കൂടുന്ന എന്തുകൊണ്ടാണ്, അവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം അവിടെ അപ്ലിക്കബിൾ ആണ്. അപ്പം ടേൺ ടേബിൾ റൊട്ടേറ്റ്സ് വിത്തൗട്ട് ഫ്രിക്ഷൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്നുള്ളതാണ് ആ വിത്തൗട്ട് ഫ്രിക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ചൈൽഡിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1ഉം I2 മറ്റേ എന്താ പറയാ, ആദ്യം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടില്ല അല്ലെ, അപ്പൊ ഫൈനൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I2 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം I2 ഇസ് ഈക്വൽ ടു, I2 എന്ന് വെച്ചാൽ രണ്ടാമത് നമ്മൾ കൈ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ. I2 ഇസ് ഈക്വൽ ടു 2/5 ഓഫ് I1. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതേപോലെ ആംഗുലാർ ഫ്രീക്വൻസി അല്ലെ, ആംഗുലാർ സ്പീഡ് തന്നിട്ടുണ്ട്. അതെന്താണ്, അത് ഫ്രീക്വൻസിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം μ1 ഇസ് ഈക്വൽ ടു 40 revolution per minute ആണ്. 40 revolutions in a minute. അപ്പം കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം I1 ω1 ഇസ് ഈക്വൽ ടു I2 ω2. അപ്പൊ ഒമേഗ നമുക്ക് തന്നിട്ടില്ല. അപ്പം ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν ആണ്. അപ്പം I1 ഇൻറ്റു 2πν1 ഇസ് ഈക്വൽ ടു I2 ഇൻറ്റു 2πν2. അപ്പൊ ഇതിന്ന്
2π ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ന്യൂ2 എടുക്കാം. ന്യൂ2 is equal to ന്യൂ2 ആണ് എടുക്കുന്നത് I1 ന്യൂ1 ഡിവൈഡഡ് ബൈ I2. I1 എത്രയാണ്? I1 തന്നിട്ടില്ല. ഓക്കെ, I1 into ന്യൂ1 40. I2 എത്രയാണ്? 2/5 of I1 ആണ്. 2/5 of I1. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ ഡാറ്റയാണ്. 2/5 of I1. അപ്പൊ I1 ക്യാൻസൽ ആവും. പിന്നെ 40 ഡിവൈഡഡ് ബൈ 2/5. അപ്പം 200/2 വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 100 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആൻസർ റെവല്യൂഷൻസ് പെർ മിനിറ്റിലേക്ക് അങ്ങനെ ഡയറക്റ്റ് എഴുതുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഷോ ദാറ്റ് ദി ചൈൽഡ്സ് ന്യൂ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഈസ് മോർ ദാൻ ദ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിൽ കമ്പ്യൂട്ടർ ചെയർ ഉണ്ടെങ്കിൽ അങ്ങനെ കറക്കാൻ പറ്റുന്ന ടേബിൾ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കൈ ഇങ്ങോട്ട് ഫോൾഡ് ആദ്യം സ്ട്രെച്ച് ചെയ്തിട്ട് തിരിക്കുക, എന്നിട്ട് നമ്മൾ കൈ ഫോൾഡ് ചെയ്യുമ്പോഴേക്കും നല്ല സ്പീഡിൽ കറങ്ങും. അപ്പൊ നല്ല സ്പീഡിൽ കറങ്ങും എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇത് നോക്കൂ, 40 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ 100 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, ആ ഫീല് നമുക്ക് വരും നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? കൈനറ്റിക് എനർജി കൂടും. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഷോ ദാറ്റ് ദി ചൈൽഡ്സ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഇസ് മോർ ദാൻ ദ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദിസ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ബി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. കൈനറ്റിക് എനർജി ഫൈനൽ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ആണ്. അപ്പം ഫൈനൽ റൊട്ടേഷൻ എന്താണ്? ഹാഫ് I2 omega2 square divided by half I1 omega1 square. That's equal to half I2 omega എന്നുള്ളത് 2π ന്യൂ2 the whole square divided by half I1 2π ന്യൂ1 the whole square. അപ്പൊ നമുക്ക് ഹാഫ് ക്യാൻസൽ ആവും, 2π സ്ക്വയർ എന്നുള്ളത് ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് എന്ത് വരും? I2 into ന്യൂ2 square divided by I1 into ന്യൂ1 square. ഇതിന്റെയൊക്കെ വാല്യൂസ് നമുക്കുണ്ട്. I2 എത്രയാണ്? I2ന്റെ വാല്യൂ ആയിട്ടില്ല, പക്ഷെ കമ്പാരിസൺ ഉണ്ട്. 2/5 I1 into ന്യൂ2 100 ആണ്, 100 square divided by I1 into ന്യൂ1 is 40. അപ്പൊ ഇവിടെ I1 ക്യാൻസൽ ആയി. അപ്പൊ 2/5 into 100 into 100 divided by 40 into 40. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.5 എന്ന് കിട്ടും. അപ്പൊ അതായത് എന്താ കിട്ടിയിരിക്കുന്നത്? കൈനറ്റിക് എനർജി ഫൈനൽ ഇസ് ഈക്വൽ ടു 2.5 ടൈംസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജിനെക്കാളും 2.5 ടൈംസ് അധികമാണ് എന്ത്? ഫൈനൽ കൈനറ്റിക് എനർജി വരുന്നത്. അപ്പം ഇവിടെ എന്താ പറ്റുന്നത്? അക്കൗണ്ട് ഫോർ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുകയാണ്. അപ്പം കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഈ എനർജി, കൈനറ്റിക് എനർജിയിൽ വ്യത്യാസം വരുന്നത്. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുമ്പോൾ എന്ത് ചെയ്യും? സ്പീഡ് കൂടും. അപ്പം കൈനറ്റിക് എനർജി കൂടും. അടുത്ത ക്വസ്റ്റ്യൻ. A rope of negligible mass is wound round a hollow cylinder of mass 3 kg and radius 40 cm. What is the angular acceleration of the cylinder if the rope is pulled with a force of 30 Newton? What is the linear acceleration of the rope? Assume that there is no slipping. A rope of negligible mass is wound round a hollow cylinder of mass 3 kg. അപ്പോൾ മാസ് തന്നിരിക്കുന്ന ഡാറ്റ, മാസ് ഇസ് ഈക്വൽ ടു 3 kg, റേഡിയസ് 40 cm, കൺവേർട്ട് ചെയ്യണം, ഉടനെ കൺവേർട്ട് ചെയ്യണം, 0.4 മീറ്റർ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഹോളോ സിലിണ്ടർ ആണ് അല്ലെ. വാട്ട് ഇസ് ദ ആംഗുലർ ആക്സിലറേഷൻ ഓഫ്? അപ്പൊ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചാൽ ബാക്കി എന്ത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr². ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫോർമുല പഠിച്ചിരിക്കണം. 3 into 0.4 the whole square 0.48 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എന്ത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഇപ്പം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി
വേറെ എന്താ തന്നിരിക്കുന്നത്? ഫോഴ്സ്. ദ റോപ്പ് ഈസ് പുൾഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 30 ന്യൂട്ടൺ. ഇനി ടോ എന്ന് പറഞ്ഞാൽ എന്താ? ടോ ഇസ് ഈക്വൽ ടു എഫ് ക്രോസ് ആർ. അപ്പം 3 ഇൻറ്റു 0.4 ആർ എഫ് സൈൻ തീറ്റ. നമ്മുടെ എഫ് ഇൻറ്റു ആർ ആണ് ഇവിടെ. അപ്പം 30 ഇൻറ്റു 0.4 അപ്പം എത്ര കിട്ടും? 12 ന്യൂട്ടൺ മീറ്റർ ആണ് എന്ത്? ടോർക്ക്. ഇനി കണ്ടിരിക്കുന്ന വാട്ട് ഈസ് ദ ലീനിയർ ആക്സിലറേഷൻ ഓഫ് ദ റോപ്പ് അസ്യൂം ദാറ്റ് ദർ ഇസ് നോ സ്ലിപ്പിംഗ്. അപ്പം ലീനിയർ ആക്സിലറേഷൻ നമുക്ക് ടോ ഇസ് ഈക്വൽ ടു ഇതിന്റെ ആക്സിലറേഷൻ ടേമിൽ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ഐ. കുറെ ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം ടോ എത്രയാണ്? 12. ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്ര കാൽക്കുലേറ്റ് ചെയ്തു? 0.48. 12 ഡിവൈഡഡ് ബൈ 0.48 നമുക്ക് 25 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ ആണ്, ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അപ്പൊ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ലീനിയർ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ആർ ആൽഫ. ആർ എത്രയാണ്? 0.4, ആൽഫ 25. അപ്പൊ നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത്? ലീനിയർ ആക്സിലറേഷൻ. അപ്പൊ ഡയറക്റ്റ് വാല്യൂസ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഇവിടെ വേറെ ഒന്നും ആലോചിക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ടു മെയിൻറ്റെയിൻ എ റോട്ടർ അറ്റ് എ യൂണിഫോം ആംഗുലാർ സ്പീഡ് of 200 radian per second, an engine needs to transmit a torque of 180 Newton meter. What is the power required by the engine? Not uniform angular velocity in the absence of friction implies zero torque. In practice, applied torque is needed to counter frictional torque. Assume that the engine is 100% efficient. To maintain a rotor at a uniform angular speed എന്താണ്? omega is equal to 200 radian per second. An engine needs to transmit a torque of 180 Newton meter. Torque is equal to 180 Newton meter. Calculate what is the power required by the engine. P is equal to tau multiplied by omega. Tau എത്രയാ? 180, omega 200. അപ്പൊ എല്ലാം SI യൂണിറ്റിൽ ആണ് തന്നിരിക്കുന്നത്. അപ്പം 3 zeros വരും. അത്രയും വാട്ട്സ്. 36,000 വാട്ട്സ് അല്ലെങ്കിൽ 36 കിലോ വാട്ട്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് നന്നായിട്ട് വായിച്ചിട്ട് എഴുതണം. ഫ്രം എ യൂണിഫോം ഡിസ്ക് ഓഫ് റേഡിയസ് ആർ, എ സർക്കുലർ ഹോൾ ഓഫ് റേഡിയസ് ആർ ബൈ 2 is cut out. The center of the hole is at r by 2 from the center of the original disk. Locate the center of gravity of the resulting flat body. അപ്പം ഇവിടെ നമുക്ക് O എടുക്കാം. സെന്റർ ആദ്യത്തെ എന്താണ്? യൂണിഫോം ഡിസ്ക് ഓഫ് റേഡിയസ് ആർ, എ സർക്കുലർ ഹോൾ ഓഫ് റേഡിയസ് ആർ ബൈ 2 is cut out. അതിന്ന് നമ്മൾ ആർ ബൈ 2 റേഡിയസിലെ വേറൊരു സർക്കിൾ കട്ട് ചെയ്തു. Center of the hole is at r by 2 from the center of the original disk. Okay, അപ്പൊ ഒറിജിനൽ ഡിസ്ക് ഏതാണ്? ഒറിജിനൽ ഡിസ്കിന്റെ സെന്റർ O ആണ്. അപ്പൊ ഇതിന്റെ O1 എടുക്കാം. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ഉണ്ടത്? r by 2 ഡിസ്റ്റൻസ്. O1 എന്നുള്ളത് എത്ര വരും? r by 2 ആണ്. അപ്പം ബാക്കിയുള്ള നമ്മളെ പീസ് കട്ട് ചെയ്തതിന്റെ ബാക്കിയുള്ള അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ഈ കട്ട് ചെയ്ത പോർഷന്റെ മാസ് ഡെൻസിറ്റിയും ആദ്യം ഉണ്ടായ ഡിസ്കിന്റെ മാസ് ഡെൻസിറ്റിയും സെയിം ആയിരിക്കും. അപ്പൊ സിഗ്മ ആണ് നമ്മള് മാസ് പെർ യൂണിറ്റ് ഏരിയ എടുക്കണമെന്ന് വിചാരിച്ചോളൂ. സിഗ്മ ഇസ് ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് ഏരിയ. അപ്പം ടോട്ടൽ മാസ് ആദ്യം എടുത്ത വലിയ ഡിസ്കിന്റെ മാസ് എത്രയാണ്? m1 is equal to 5r square സിഗ്മ. അപ്പൊ ഇതെന്താണ്? ഇത് എന്താണ്? ഹോൾ ഡിസ്ക്, ഫുൾ ഡിസ്കിന്റെ ഹോൾ ഡിസ്ക് മാസ് ഓഫ് ദ ഹോൾ ഡിസ്ക്. ഇനി m2 എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ കട്ട് പാർട്ട്. നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സർക്കിൾ കട്ട് ചെയ്യല്ലേ. അപ്പൊ മാസ് ഓഫ് കട്ട് പാർട്ട് ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? നമ്മുടെ അതിന്റെ റേഡിയസ് എത്രയാണ്? r by 2 ആണ്. അപ്പം I into r by 2 the whole square into സിഗ്മ വരും. അപ്പൊ എത്ര കിട്ടും?
r/2 the whole square എന്ന് പറഞ്ഞാൽ r²/4 വരും. അപ്പം പൈ ഇൻറ്റു r² ഡിവൈഡഡ് ബൈ 4 സിഗ്മ കിട്ടും. അപ്പൊ പൈ r² സിഗ്മ എന്ന് പറഞ്ഞാൽ m1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ m1 ഡിവൈഡഡ് ബൈ 4 കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിന്റെ ലൊക്കേറ്റ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൈസ് അറ്റ് എ പൊസിഷൻ O2 എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, എന്താണ് നമ്മൾ വിചാരിക്കുകയാണ് എന്ത് O2ലാണ് ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുന്നത്. അപ്പം ഈ സെന്റർ ആക്ച്വലി ആദ്യം ഉണ്ടായിരുന്ന സെന്ററിന്ന് ഈ O2ലേക്ക് നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ് x എന്ന് അസ്യൂം ചെയ്യാം. അപ്പം ആ ഡിസ്റ്റൻസ് x is equal to m1 into 0 minus m2 into O1 divided by m1 minus m2. അപ്പം അതിന്റെ എന്താ പറയാ ആ ഡയറക്ഷൻ മാറിയത് കാരണം നമ്മൾ സൈൻ മാറ്റണത്. അപ്പം m1 into 0 m2 into O1 അപ്പൊ ഇവിടെ 0 വരും. 0 മൈനസ് m1 ഡിവൈഡഡ് ബൈ 4 into r/2 ഹോൾ ഡിവൈഡഡ് ബൈ m1 മൈനസ് m1 ബൈ 4 എന്ന് കിട്ടും. നമുക്കിവിടെ ഒരു മൈനസ് r/6 എന്നാണ് എന്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടുന്നത്. അപ്പം നമുക്ക് പറയാം O2 is at a distance of r/6 from the center of the disk on diametrically opposite side to the center of the hole. ഈ നെഗറ്റീവ് സൈൻ വന്നത് മനസ്സിലായാലും ഇറ്റ്സ് ഗോയിങ് ടു ബി അറ്റ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സൈഡ് ടു ദ സെന്റർ ഓഫ് ദ ഹോൾ. അത് കാരണമാണ് എന്ത് മൈനസ് r/6 എന്ന് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ m1x1 പ്ലസ് m2x2 ബൈ m1 പ്ലസ് m2 എന്നുള്ള ഫോർമുലയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കട്ട് ചെയ്തു, പിന്നെ ആ ഡയറക്ഷനും അവിടെ മാറി. അത് കാരണമാണ് നമ്മൾ നെഗറ്റീവ് സൈന് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ മീറ്റർ സ്റ്റിക്ക് is balanced on a knife edge at its center. When two coins, each of mass 5 gram, are put one on top of the other at 12 centimeter mark, the stick is found to be balanced at 45 centimeter. What is the mass of the meter stick? A meter stick is balanced on a knife edge at its center. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഇതാണ് എന്ത് മീറ്റർ സ്കെയിലിന്റെ സെന്ററിലാണ് എന്ത് ബാലൻസ് ചെയ്തിരിക്കുന്നത്. വെൻ ടു കോയിൻസ് ഈച്ച് ഓഫ് മാസ്, അപ്പം ഇത് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 0യും 100ഉം ആയിരിക്കും. എന്ത് 100 സെന്റിമീറ്റർ അല്ലെ 1 മീറ്റർ മീറ്റർ സ്റ്റിക്ക് ആണ്. അപ്പം 1 മീറ്റർ ആണ്. അപ്പം എക്സാക്ട്ലി 50 സെന്റിമീറ്ററിലാണ് എന്ത് നമ്മുടെ ബാലൻസിങ് പോയിന്റ് ഉള്ളത്. അപ്പം ടു കോയിൻസ് ഈച്ച് ഓഫ് മാസ് 5 gram are put one on top of the other at the 12 centimeter mark. എവിടെ 12 സെന്റിമീറ്റർ ഇവിടെ വരും? ഏകദേശം ഇവിടെ നമുക്ക് ഇതാണ് 12 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ. അപ്പൊ അവിടെ നമ്മൾ 2 കോയിൻസ് ഉണ്ട്, 5 gram ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ 10 gram ആണ് ഇവിടുന്ന് എന്ത് ഇവിടുത്തെ മാസ്. ഓക്കെ, the stick is found to be balanced at 45 centimeter. What is the mass of the meter stick? Okay, when two coins each of mass 5, it is balanced at a knife edge at its center. When two coins each of mass 5 gram are put on the top of the other at 12 centimeter mark, the stick is found to be balanced at 45 centimeter. അപ്പോൾ ഇവിടെ നമ്മൾ 50 അല്ല, it is to be balanced at 45 centimeter ആണ്. ഇവിടെ 45 സെന്റിമീറ്ററിൽ ബാലൻസ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ഇതിന്റെ ഈ സ്കെയിൽ എന്നുള്ളത് മീറ്റർ സ്കെയിൽ എന്നുള്ളത് ഒരു കറക്റ്റ് പെർഫെക്റ്റ് ജോമെട്രിക്കൽ സ്ട്രക്ചർ ആയത് കാരണം അതിന്റെ സെന്റർ ഓഫ് മാസ് എന്നുള്ളത് 50 സെന്റിമീറ്ററിലായിരിക്കും. 50 സെന്റിമീറ്ററിൽ അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതിനെ നമുക്ക് mg എന്നിടാം. mg ആണ് എന്ത് മാസ് ഓഫ് ദ റൂള്. മാസ് ഓഫ് ദ മീറ്റർ സ്റ്റിക്ക് m ആണെങ്കിൽ അതിന്റെ വെയിറ്റ് mg ആയിരിക്കും. അപ്പം അറ്റ് ഇക്വിലിബ്രിയം എന്ത് പറ്റും? sum of the clockwise moment is equal to sum of anti-clockwise moment. അപ്പൊ 10 into 45 minus 12 is equal to 10 into g into 45 minus 12 is equal to m into g into 50 minus 45. അപ്പൊ ഇവിടെ വെയിറ്റ് എത്രയാണ്? 10 into acceleration due to gravity. ഓക്കെ, കൺവേർഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ആൻസർ നമുക്ക് ഗ്രാംസ് തന്നെ കിട്ടും. അപ്പൊ ജിയും ക്യാൻസൽ ആവും. അപ്പം 10 into 33 is equal to
m into 50 minus 45. അപ്പം m into 5. അപ്പം m എത്ര കിട്ടും? 10 into 33 divided by 2. അപ്പം നമുക്ക് 66 grams. 66 grams ആണ് എന്ത് നമ്മുടെ മീറ്റർ സ്റ്റിക്കിന്റെ മാസ്. ഇനി വെയിറ്റ് ആണ് ചോദിച്ചതെങ്കിൽ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാസ് ഓഫ് ദ മീറ്റർ സ്റ്റിക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. വെയിറ്റ് ആണ് ചോദിച്ചിരിക്കണമെങ്കിൽ അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. എ സോളിഡ് സ്ഫിയർ rolls down two different inclined planes of the same heights but different angles of inclination. Will it reach the bottom with the same speed in each case? Will it take longer to roll down one plane than the other? If so, which one and why? A solid sphere rolls down two different inclined planes of the same heights but different angles of inclination. Will it reach the bottom with the same speed in each case? അതായത് സോളിഡ് സ്ഫിയർ രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻസിന്റെ ആംഗിൾസ് ഡിഫറെന്റ് ആണ്. അപ്പം രണ്ടിലും സെയിം സ്പീഡിൽ റോൾ ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിൽ ഇറ്റ് ടേക്ക് ലോങ്ങർ ടു റോൾ ഡൗൺ വൺ പ്ലെയിൻ ദാൻ ദ അതർ? ഇഫ് സോ, വിച്ച് വൺ ആൻഡ് വൈ? അപ്പൊ നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഇവിടെ റോൾ ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഉണ്ടാവും. അതേസമയം റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും ഉണ്ട്. അതായത് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി എച്ച്. എം ജി എച്ച് അത് ആദ്യം മുകളിൽ ഉണ്ടാകുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഇതെന്താണ്? സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയറിന്റെ നമുക്കറിയാം അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? 2/5 mr². നമ്മൾ ആദ്യം കണ്ട് ഒരു സിലിണ്ടറിന്റെയും സ്ഫിയറിന്റെയും ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? അതിനകത്ത് നമ്മൾ സോളിഡ് സ്ഫിയറിന്റെ 2/5 mr² അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഹാഫ് എം വി സ്ക്വയർ പ്ലസ് 1/2 ഓഫ് 2/5 mr² into omega square. Omega is v by r. അപ്പം v square by r square is equal to mgh. അപ്പൊ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഇത് ഒരു ഡെറിവേഷൻ ആയിട്ടും ചോദിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് എം ക്യാൻസൽ ആവും എല്ലാതിരിക്കുന്നു. പിന്നെ എന്ത് ക്യാൻസൽ ആവും? പിന്നെ ഒന്നും ക്യാൻസൽ ആവാൻ പോണില്ല. പക്ഷെ നമുക്ക് വി സ്ക്വയർ വരും. എം ക്യാൻസൽ ആവും, വി സ്ക്വയർ കിട്ടും. ഒരു ആർ സ്ക്വയർ ഇവിടുന്ന് ക്യാൻസൽ ആവും. ഈ ആർ സ്ക്വയർ ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് 7/10 വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എച്ച് എന്ന് കിട്ടും. അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 10 GH/7. അതായത് നമുക്ക് കാണാം ഈ വി ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ റൂട്ട് ഓഫ് 10/7 GH എന്ന് കണ്ടു കഴിഞ്ഞാൽ ജി കോൺസ്റ്റന്റ് ആണ്, 10/7 കോൺസ്റ്റന്റ് ആണ്. അതായത് ഒരു ഹൈറ്റിന്ന് ഇത് റോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് താഴെ എത്തുമ്പോഴുള്ള സ്പീഡ് അതിന്റെ ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിരിക്കണോ. ഇറ്റ് ഡസൻ ഡിപ്പെൻഡ് ഓൺ ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? height is the same as per the question. The height is the same for both the inclined planes. So v is the same when it reaches the ground. അടുത്ത question എന്താണ്? Will it take longer to roll down the plane than the other? അപ്പം ടൈം ആണ് ചോദിക്കുന്നത്. ടൈം നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും സെയിം സ്പീഡിലാണ് വരുന്നത്. അപ്പൊ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ടൈം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ബിയില് ഇവിടെ നമ്മുടെ ആംഗുലാർ മൊമെന്റം നമ്മൾ ഈ ഫോർമുല നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡിറൈവ് ചെയ്യുകയാണ്. ഹാഫ് ഇൻറ്റു ജി സൈൻ തീറ്റ, ഇൻക്ലൈൻ പ്ലെയിനിലുള്ള ഇക്വേഷൻ ആണ്. ഹാഫ് ഇൻറ്റു ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ. അപ്പം ഇറ്റ്സ് ഈക്വൽ ടു ജി സൈൻ തീറ്റ divided by 2 into 1 plus 2/5 into t square വരും. ദാറ്റ്സ് ഈക്വൽ ടു 5. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. അപ്പോൾ 5g സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ 14t സ്ക്വയർ എന്ന് കിട്ടും. അപ്പം ടി എത്ര കിട്ടും? ടി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 14l ഡിവൈഡഡ് ബൈ 5g സൈൻ തീറ്റ.
അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ സൈൻ തീറ്റന്റെ വാല്യൂ കണ്ടുപിടിക്കും. സൈൻ തീറ്റന്റെ വാല്യൂ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു നമ്മുടെ ഇൻക്ലൈൻ പ്ലെയിനിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എൽ, അല്ലെങ്കിൽ നമുക്ക് എൽ ഇസ് ഈക്വൽ ടു എച്ച് ബൈ സൈൻ തീറ്റ എന്നിടാം. ഓക്കെ, അപ്പൊ ടി എത്ര വരും? ടി ഇസ് ഈക്വൽ ടു, അതായത് നമ്മൾ എല്ലിന്റെ വാല്യൂ കൊടുക്കുകയാണ്. ടി ഇസ് ഈക്വൽ ടു 14 ഇൻറ്റു എല്ലിന്റെ വാല്യൂ എത്രയാണ്? എച്ച് ബൈ സൈൻ തീറ്റ. അപ്പൊ 14 ഇൻറ്റു എച്ച് ബൈ സൈൻ തീറ്റ ഇൻറ്റു 5g ഇൻറ്റു ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ വരും. ഇവിടെ ഈ സൈൻ തീറ്റ കൂടി കൊടുക്കുമ്പോഴേക്കും അപ്പൊ ടി എന്നുള്ളത് 1 ബൈ സൈൻ തീറ്റ. ഇവിടെ നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആംഗിളുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 14h ഡിവൈഡഡ് ബൈ 5g എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇവിടുന്ന് എന്താ കാണാൻ പറ്റുന്നത്? ടി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. എച്ച് അവിടെ തന്നിരിക്കുന്ന രണ്ടും സെയിം ഹൈറ്റ് ആണ്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻക്ലൈൻ പ്ലെയിനിൽ വരുമ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തീറ്റ, ഇത് എച്ച്, ഇത് എൽ അല്ലെ. അപ്പം ഇതിന്റെ ഫോർമുലയാണ് ഇവിടെ. ഈ ലെങ്ത്തിന്റെ ഈ എന്താ പറയുക ഹൈപ്പോട്ടന്യൂസ്, ഈ ഇൻക്ലൈൻ പ്ലെയിനിന്റെ എത്ര ലെങ്ത് ആണ്, എത്ര ഡിസ്റ്റൻസ് ആണ് അത് റോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എൽ എന്ന് പറയുന്നത്. അപ്പം തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അപ്പൊ എന്താ പറയാൻ പറ്റുക? തീറ്റ കൂടുതലാണെങ്കിൽ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കൂടുതലാണെങ്കിൽ ടൈം കുറവായിരിക്കും. അപ്പം ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അപ്പൊ തീറ്റ കുറവാണെങ്കിൽ ടൈം കൂടും, തീറ്റ കൂടുതലാണെങ്കിൽ ടൈം കുറയും. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതേ ക്വസ്റ്റ്യനിൽ, ബാക്കി സി ഇഫ് സോ വിച്ച് വൺ ആൻഡ് വൈ. അപ്പം ഇവിടെ ഏതിനാണ് തന്നിരിക്കുന്നത്? ഏതിലാണ്, ഏത് കേസിലാണ്? അപ്പൊ രണ്ട് ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്. അപ്പൊ ഇഫ് സോ വിച്ച് വൺ ആൻഡ് വൈ വിൽ ഇറ്റ് ടേക്ക് ലോങ്ങർ ടു റോൾ ഡൗൺ വൺ പ്ലെയിൻ ആൻഡ് ദ അതർ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കൂടുതലായതിൽ ടൈം കുറവായിരിക്കും. അപ്പൊ ഈ സോളിഡ് സ്ഫിയർ നമുക്ക് എന്താ ആൻസർ, ഫൈനൽ ആൻസർ എന്താ എഴുതാൻ പറ്റുക? സോളിഡ് സ്ഫിയർ വിൽ ടേക്ക് ലോങ്ങർ ടൈം ടു റോൾ ഡൗൺ ദ പ്ലെയിൻ വിത്ത് സ്മോളർ ഇൻക്ലിനേഷൻ. അപ്പൊ ആംഗിൾ കുറവുള്ള ഇതിലായിരിക്കും എന്ത് കൂടുതലായിട്ട് ടൈം എടുക്കുക. നിങ്ങൾ സാധാരണയിൽ ആലോചിച്ചാലും മനസ്സിലാവും. നമ്മൾ ഭയങ്കര കുത്തനെയുള്ളതിൽ വേഗം താഴെത്തില്ലേ? ആ കുത്തനെയുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, ആംഗിൾ അവിടെ കുറവായിരിക്കും, അപ്പൊ ടൈം കൂടുതലായിരിക്കും. പിന്നെ ആംഗിൾ കൂടിക്കഴിഞ്ഞാൽ, ആംഗിൾ കൂടി വലിയ ആംഗിൾ ആണ് ആ ഇൻക്ലിനേഷൻ വരുന്നതെങ്കിൽ ടൈം കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. എ ഹൂപ്പ് ഓഫ് റേഡിയസ് 2 meter weighs 100 kilogram. It rolls along a horizontal floor so that its center of mass has a speed of 20 centimeters per second. How much work has to be done to stop it? Hoop of radius 2 meter. അപ്പൊ R is equal to 2 meter. Weighs 100 kilogram. അപ്പൊ മാസ് എത്ര തന്നിട്ടുണ്ട്? മാസ് is equal to 100 kilogram. വെലോസിറ്റി തന്നിട്ടുണ്ട് 20 centimeter per second ആണ്. കൺവേർട്ട് ഇറ്റ് ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എത്ര കിട്ടും? 0.2 meter per second. ഹൗ മച്ച് വർക്ക് ഹാസ് ടു ബി ഡൺ ടു സ്റ്റോപ്പ് ഇറ്റ്? അപ്പം ഇവിടുത്തെ ടോട്ടൽ എനർജി എത്ര കിട്ടും? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് mv² പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് I omega square. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് mv². ഹൂപ്പ് ആണ്, അപ്പൊ അതിന്റെ ഹാഫ് ഇൻറ്റു I എന്നുള്ളത് mr² ഇൻറ്റു omega² ഇസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ എത്ര കിട്ടും? ഹാഫ് mv² പ്ലസ് ഹാഫ് ഈ r² ഒമേഗ, v ഇസ് ഈക്വൽ ടു r ഒമേഗ. അപ്പം v² ഇസ് ഈക്വൽ ടു r² omega². അപ്പം ഹാഫ് ഇൻറ്റു m ഇൻറ്റു r² omega² ഇസ് ഈക്വൽ ടു v². അപ്പം ഹാഫ് mv² പ്ലസ് ഹാഫ് mv² നമുക്ക് എത്ര കിട്ടും? mv². mv² എത്രയാ? m 100, v 0.2 the whole square. അപ്പൊ എത്ര കിട്ടും? 4 joules കിട്ടും. അപ്പൊ ഇത്രയും കൈനറ്റിക് എനർജിയിൽ വരുന്ന ഹൂപ്പിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അത്രയും വർക്ക് ചെയ്യണം. അപ്പം W is equal to 4 joules. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത്ര ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. The oxygen molecule has a mass of 5.3 into 10 power minus 26 kilogram and a moment of inertia of 1.94 into
10 power minus 46 kilogram meter square about an axis through its center perpendicular to the lines joining the two atoms. Suppose the mean speed of such a molecule in a gas is 500 meter per second and that its kinetic energy of rotation is 2/3 of its kinetic energy of translation. Find the average angular velocity of the molecule. ഇതിലേക്ക് തന്നിരിക്കുന്നത് മാസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ തന്നിട്ടുണ്ട്. M is equal to 5.3 into 10 power minus 26 kilogram. Moment of inertia value തന്നിട്ടുണ്ട്. I is equal to 1.94 into 10 power minus 46 kilogram meter square. Line joining. So suppose the mean speed of such a molecule in a gas is 500 meter per second. അതായത് velocity തന്നിട്ടുണ്ട് 500 meter per second. And kinetic energy of rotation is 2/3 of its kinetic energy of translation. Find the average angular velocity of the molecule. അപ്പം രണ്ട് എന്താണ് ഓക്സിജൻ മോളിക്യൂൾ നമ്മൾ ഇങ്ങനെ എഴുതുക O2 എന്നാണ് എഴുതുക അല്ലെ. അപ്പം നമ്മള് m/2 എന്നാണ് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് m/2 എടുക്കാം. m/2 ഇവിടെ m/2 about an axis through its center perpendicular to that line joining the two atoms ആണ്. അപ്പൊ ഇതാണ് എന്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് r എടുക്കാം, ഈ ഡിസ്റ്റൻസും r എടുക്കാം. അപ്പൊ രണ്ട് ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും? 2r വരും. അപ്പം I is equal to m/2r square plus m/2r square. അപ്പൊ എത്ര കിട്ടും? mr square കിട്ടും. അപ്പം r is equal to square root of I divided by m. I എത്രയാണ്? നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. I is equal to 1.94 into 10 power minus 46 divided by 5.3 into 10 power minus 26. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.61 into 10 power minus 10 meters എന്ന് കിട്ടും. അപ്പം ഇതെന്താണ്? R എന്നുള്ളത് എന്താണ്? ആ ആക്സിസ് നിന്ന് ഒരാറ്റത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി വേറൊരു ഡാറ്റ തന്നിരിക്കുന്നത് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു 2/3 ടൈംസ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ half I omega square is equal to 2/3 times half m omega square. അപ്പം I എന്നുള്ളത് എന്താണ്? mr square ആണ്. അപ്പം 1/2 into mr square omega square is equal to 1/2 mv square. അപ്പൊ ഒമേഗ എത്ര കിട്ടും? ഒമേഗ is equal to square root of, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ is equal to square root of 2/3 omega is v is equal to r omega എന്നുള്ളത് കൊടുക്കണം. r square omega square എന്നുള്ളത് എന്ത് വരും? v square എന്ന് കിട്ടും. അപ്പം omega is equal to square root of 2/3 v divided by r. അപ്പൊ എത്ര കിട്ടും? square root of 2/3 into v എത്രയാണ്? 500 divided by 0.61 into 10 power minus 10. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒമേഗ കിട്ടുന്ന വാല്യൂ 6.7 into 10 power 12 radian per second. ഇത്രയാണ് നമുക്ക് ആംഗുലാർ വെലോസിറ്റി കിട്ടുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നേ ഇതൊക്കെ നോക്കി ആദ്യം ഫോർമുല പഠിച്ചതിന് ശേഷം വേണം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് വന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വായിച്ച ആ ഫോർമുല മുഴുവൻ എന്തിൻ്റെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആംഗുലാർ മൊമെന്റത്തിന്റെ ഫോർമുല, എല്ലാ ഫോർമുലയും നന്നായി പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഈ ചാപ്റ്റർ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം എല്ലാം 11th എല്ലാ ക്വസ്റ്റ്യൻസും +1 എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. മിക്കവാറും എല്ലാ ക്ലാസ്സിന്റെയും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, തിയറി ഡിസ്ക്രിപ്ഷനും എല്ലാം ഇട്ടിട്ടുണ്ട്.
അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിന്റെ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ, അടുത്ത ചാപ്റ്ററായ ഗ്രാവിറ്റേഷന്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ചാപ്റ്റർ വായിച്ചിട്ട് വരിക അടുത്ത ആഴ്ച ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്ക്. അപ്പം അടുത്ത ആഴ്ച ഗ്രാവിറ്റേഷന്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.